കിലോമീറ്റർ മുകളിലുള്ള ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലേക്ക് മടങ്ങിയെത്താൻ എന്തിനാണ് ഏകദേശം ഒരു മുഴുവൻ ദിവസം എടുക്കുന്നത് എന്നറിയാമോ? ISS നിന്നും ഭൂമിയിലേക്ക് മടങ്ങിയെത്താൻ സാധാരണയായി 22.5 മണിക്കൂറോളമാണ് എടുക്കുന്നത്. പേടകം കൃത്യമായി ലാൻഡ് ചെയ്യിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും വേണ്ടിയാണ് ഇത്രയധികം സമയമെടുക്കുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. നേരിട്ട് താഴേക്ക് ഇറങ്ങുന്നതിന് പകരം നിരവധി ഘട്ടങ്ങളിലൂടെയും കൃത്യമായ കണക്കുകൂട്ടലിലൂടെയുമാണ് പേടകം തിരിച്ചെത്തുന്നത്. വേർപെടലും ഭ്രമണപഥം മാറ്റലുമാണ് ആദ്യഘട്ടം. ആദ്യം പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിച്ച് സ്വന്തമായൊരു ഭ്രമണപഥത്തിലേക്ക് മാറുന്നു. ഒരു എഞ്ചിൻ പ്രവർത്തിപ്പിച്ചാണ് ഈ മാറ്റം സാധ്യമാക്കുന്നത്. ഇത് നിലയവുമായുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ സഹായിക്കുന്നു. ഈ ഘട്ടത്തിന് ശേഷം ഫ്രീ ഫ്ലൈറ്റ് ആരംഭിക്കുന്നു. ഈ സമയം ബഹിരാകാശ പേടകം മണിക്കൂറുകളോളം ഭൂമിയെ സ്വതന്ത്രമായി വലംവയ്ക്കും. ISS-ലായിരിക്കുമ്പോൾ മണിക്കൂറിൽ ഏകദേശം 28,000 കിലോമീറ്റർ വേഗതയിലാണ് പേടകം ഭൂമിയെ ചുറ്റുന്നത്. അടുത്ത ഘട്ടം ഡി ഓർബിറ്റ് ബേൺ ആണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കാൻ പാകത്തിൽ പേടകത്തിന് വേഗത കുറയ്ക്കുന്ന പ്രക്രിയയാണത്. സുരക്ഷിതവും കൃത്യവുമായ ലാൻഡിംഗ് ഉറപ്പാക്കാൻ പേടകം ശരിയായ ഭ്രമണപഥത്തിൽ എത്താനായി കാത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഘട്ടത്തിൽ പേടകത്തിന്റെ വേഗത ഏകദേശം മണിക്കൂറിൽ 28,000 കിലോമീറ്റർ ആയിരിക്കും. അടുത്ത ഘട്ടം അന്തരീക്ഷ പ്രവേശനവും താപനില നിയന്ത്രണവുമാണ്. അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പേടകം അതികഠിനമായ ചൂടിനെ നേരിടേണ്ടി വരും. താപനില 1600 ഡിഗ്രി സെൽഷ്യസിനോട് അടുക്കാൻ സാധ്യതയുണ്ട്. ഈ ഉയർന്ന താപനിലയിൽ യാത്രക്കാരെയും പേടകത്തെയും സുരക്ഷിതമാക്കാൻ വേഗത വളരെ ശ്രദ്ധാപൂർവം നിയന്ത്രിക്കേണ്ടതുണ്ട്. പാരച്യൂട്ട് വിന്യാസമാണ് അടുത്ത ഘട്ടം. പേടകത്തിന് വേഗത നിയന്ത്രിക്കാൻ 2 ഘട്ടങ്ങളിലായി പാരച്യൂട്ടുകൾ വിന്യസിക്കും. ആദ്യം പേടകത്തിന് സ്ഥിരത നൽകുന്ന പാരച്യൂട്ടുകൾ തുറക്കും. തുടർന്ന് സമുദ്രത്തിൽ സുരക്ഷിതമായ ലാൻഡിങ്ങിന് അഥവാ സ്പ്ലാഷ് ഡൗണിനായി വേഗത കുറയ്ക്കുന്ന പ്രധാന പാരച്യൂട്ടുകൾ വിന്യസിക്കും. ഇതിന് തൊട്ടുമുമ്പ് പേടകത്തിന്റെ വേഗത മണിക്കൂറിൽ 24-നും 32 കിലോമീറ്ററിനും ഇടയിലായി കുറയും. ഈ വേഗത ക്രമീകരണം യാത്രക്കാരുടെ സുരക്ഷയ്ക്കും പേടകം കൃത്യമായി ലാൻഡ് ചെയ്യുന്നതിനും അത്യാവശ്യമാണ്. സ്പ്ലാഷ് ഡൗൺ സമയം നിർണ്ണയിക്കുന്നതിൽ കാലാവസ്ഥയ്ക്കും പേടകം വീണ്ടെടുക്കേണ്ട കപ്പലിന്റെ സ്ഥാനത്തിനും വലിയ പങ്കുണ്ട്. പ്രാഥമിക ലാൻഡിങ്ങിന് സൈറ്റിലെ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിൽ പേടകം കൂടുതൽ നേരം ഭ്രമണപഥത്തിൽ തുടർന്നേക്കാം.